കായംകുളം നഗരസഭയ്ക്ക് 106 കോടി 57 ലക്ഷത്തിന്റെ ബജറ്റ്. ആധുനിക നഗരസഭാ കെട്ടിടം, ടെർമിനൽ, ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് കം ലോഡ്ജ് ആൻഡ് റെസ്റ്റോറന്റ്, പഴയ ലോറിപ്പേട്ടയിൽ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയ്ക്കാണ് ബജറ്റിൽ പ്രാധാന്യം. സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം, ആധുനിക അറവശാല എന്നിവയും ബജറ്റ് ലക്ഷ്യമിടുന്നു. 106 കോടി 57 ലക്ഷത്തി 1488 രൂപ വരവും 98 കോടി 15 ലക്ഷത്തി 32,525 രൂപ ചെലവും 79 ലക്ഷത്തി 38,963 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കായംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആർ അംബിക അവതരിപ്പിച്ചത്. പദ്ധതികളിൽ കായംകുളത്തെ ഉൾപ്പെടുത്തി പട്ടണത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതുണ്ട്. അശാസ്ത്രീയമായ NH-66 റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് ONK ജംഗ്ഷനിലെ അടിപ്പാത മുതൽ കമലാലയം ജംഗ്ഷനിന് വടക്ക് ഭാഗത്തുള്ള അടിപ്പാത വരെയുള്ള റോഡിൽ ഉയരപ്പാത നിർമ്മിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലുകൾ പുതിയ നഗരസഭാ കൗൺസിൽ നടത്തി വരികയാണ്. നഗരത്തിൻ്റെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യം വെച്ച് വരുന്ന 5 വർഷക്കാലം കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന ബഹുവർഷ പ്രോജക്റ്റുകൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളുടെ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചാണ് 2026-27 നഗരസഭാ ബഡ്ജറ്റ് രൂപം നൽകിയിട്ടുള്ളത്. 2026-2027 ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത് നഗരസഭയുടെ ദൈനംദിന ചുമതലകൾ പൂർണ്ണമായി നിർവഹിക്കുന്നതിന് ആവശ്യമായ ധനം തനത് ഫണ്ടിൽ ലഭ്യമല്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന ഗ്രാൻറ്റുകൾ, പദ്ധതി പണവും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വായ്പകളുമാണ് പട്ടണത്തിൻ്റെ പൊതുവികസനത്തിന് വിനിയോഗമാക്കുന്നത്. സാമ്പത്തിക പരിമിതികൾ ഉൾക്കൊണ്ട് പട്ടണത്തിൻ്റെ അടിയന്തര പ്രാധാന്യമുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻഗണന നൽകി സമയബന്ധിതമായി നഗരവികസനം യാഥാർത്ഥ്യമാക്കുവാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. വികസനം ത്വരിതപ്പെടുത്തുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും MP-മാർ, MLA-മാർ എന്നിവരുടെ വികസന ഫണ്ടുകളിൽ നിന്നും കൂടുതൽ പണം നേടിയെടുത്ത് നഗരവികസനത്തിന് ഉതകുന്ന പദ്ധതികൾ നടപ്പിലാക്കണം. 60 വർഷം പഴക്കമുള്ള നഗരസഭാ കെട്ടിടത്തിന് പകരം ആധുനിക സജ്ജീകരണത്തോടു കൂടിയ പുതിയ കെട്ടിടം, നഗരസഭ റെയിൽവേ ടെർമിനൽ, ബസ് സ്റ്റാൻഡിൽ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് കം ലോഡ്ജ് ആൻഡ് റെസ്റ്റോറന്റ്, പഴയ ലോറിപ്പേട്ടയിൽ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ്, വിവിധ തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതി, യുവാക്കൾക്കും വനിതകൾക്കും തൊഴിൽ സംരംഭങ്ങൾക്കുള്ള വായ്പാ പദ്ധതി, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ പദ്ധതി, ശുചിത്വ, മാലിന്യ സംസ്കരണം, ആരോഗ്യം എന്നിവയ്ക്കുള്ള വിവിധ പദ്ധതികൾ എന്നിവ ബജറ്റ് ലക്ഷ്യമിടുന്നു. ഹോമിയോ ആയുർവേദ ആശുപത്രികൾക്ക് കെട്ടിടം, ITI സ്റ്റേഡിയം, തച്ചടി പ്രഭാകരൻ സ്മാരക ടൗൺ ഹാൾ നിർമ്മാണം, ഗതാഗതക്കുരുക്കുള്ള വിവിധ റോഡുകൾക്ക് സ്ഥലമേറ്റെടുത്ത് വീതി കൂട്ടൽ, റെയിൽവേ ടെർമിനൽ, ബസ് സ്റ്റാൻഡിന്റെ വിപുലീകരണത്തിനായി സ്ഥലമേറ്റെടുക്കൽ, സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനായി സ്ഥലമേറ്റെടുത്ത് ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കൽ, ആധുനിക അറവുശാലയ്ക്ക് വേണ്ടി സ്ഥലമേറ്റെടുക്കൽ എന്നിവയും ബജറ്റ് ലക്ഷ്യമിടുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.